ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. സ്പെല്ലിങ് എ ആണ് കേട്ടോ. എ വെച്ചിട്ട് എന്തൊക്കെ വാക്കുകൾ അറിയും പറഞ്ഞാണേ? ആപ്പിൾ, ഗുഡ് ബോയ്. ഉണ്ണിക്കുട്ടൻ അറിയോ? എടാ അത് മലയാളമാണ്, ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഇംഗ്ലീഷിലെ എ വെച്ചിട്ട്. നമ്മൾ പഠിക്കണത് ഇംഗ്ലീഷിലെ അക്ഷരമാലയല്ലേ, മലയാളത്തിലല്ലല്ലോ. മലയാളത്തിലാണ് ആ വെച്ചിട്ട് ആന വരുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ ആനയ്ക്ക് എലിഫന്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എ ഫോർ ആപ്പിൾ. അപ്പോൾ ബി ഫോർ എന്താണ് വിഷ്ണു പറയ്? ബാൾ. ഗുഡ് ബോയ്. അപ്പോൾ ബി ഫോർ ബാൾ. സി ഫോർ ആർക്കറിയാം? ഗുഡ് ബോയ്. സി ഫോർ കാറ്റ്. ഡി ഫോർ ഡോഗ്. ഇ ഫോർ എലിഫന്റ്. ഇതാണ് നേരത്തെ ഉണ്ണിക്കുട്ടൻ തെറ്റി പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഈ വരുമ്പോഴാണ് എലിഫന്റ് വരുന്നത് കേട്ടോ. മലയാളത്തിലാണ് ആന എന്ന് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മലയാളത്തിലെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളതും പഠിക്കാം കേട്ടോ. ആ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ട്? അമ്മ, അടക്ക, അടി,